മുകേഷ് ചോദിച്ചതിൻ്റെ ഒരു മറുവശം പറയാൻ വേണ്ടിയിട്ട് വേണേൽ ഒരാളുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ലാലിൻ്റെ അഭിനയ ചാതുര്യം, അഭിനയത്തോടുള്ള ലാലിൻ്റെ അഭിനിവേശം, അല്ലെങ്കിൽ ആ ഒരു മിഴിവ്, അത് പറയാൻ വേണ്ടിയിട്ട് ലാലിനെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ആയിക്കോട്ടെ. മോഹൻലാൽ എന്നുള്ള നടൻ ജീവിതത്തിനേക്കാളും കൂടുതൽ സിനിമയിലാണ് ജീവിച്ചത്. സ്വന്തം ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പോലും മറന്നുപോകുന്നു എന്ന് പറയാൻ വേണ്ടി ഒരു സംഭവം ഓർമ്മിപ്പിക്കുക. ലാൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫ്ലൈറ്റിൽ സുചിത്രയുമായിട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഭാര്യ സുചിത്ര ചോദിച്ചു, ചേട്ടാ ഇന്നത്തെ ദിവസം എൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇല്ല, ഇന്ന് ആസ് യൂഷ്വൽ വെള്ളിയാഴ്ച ഞാനിപ്പം ചെന്നിറങ്ങിയോണ്ട് ഷൂട്ടിങ്ങിന് പോകുന്നു, പുതിയ പടമാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റപ്പ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു. എന്താ ഇന്നത്തെ ദിവസം എനിക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല. അപ്പോൾ സുചിത്ര പറഞ്ഞു, ഇന്ന് നമ്മുടെ മാരേജ് ആനിവേഴ്സറിയാണ്, അതുപോലും ഓർമ്മയില്ലേ? ലാൽ അപ്പോഴാണ് അത് ഓർമ്മിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് പിന്നെ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയമാണ്. പക്ഷേ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സ്വഭാവം അതാണ്. എൻ്റെ ആദ്യത്തെ സിനിമ പിന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചെയ്ത നാടകത്തിൻ്റെ സംവിധായകനാണ് രാജു. കമ്പ്യൂട്ടർ ബോയ് എന്ന് പറഞ്ഞ് വേലൂർ സുധീർ ബാബു അല്ലേ? സുധീർ കുമാർ. അപ്പം അന്ന് വരെ 10ാം ക്ലാസ്സുകാരുടെ കുത്തകയാണ് ബെസ്റ്റ് ആക്ടർ. അപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹം ഡോക്ടറാണ് എൻ്റെ കൂടെയുള്ള അഭിനയിച്ച പ്രദീപ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ അന്ന് രാജു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം സ്കൂൾ കഴിഞ്ഞിട്ട് അവിടെ സ്കൂളിലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ട് നാടകം എന്ന് പറയുന്നത് ഭയങ്കര, പുള്ളിക്ക് ഒരു ആക്ടർ ആകണമെന്ന്, പിന്നെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചു. അപ്പം ഞങ്ങൾക്കൊരു നാടകം ചെയ്യുന്നതുകൊണ്ടപ്പം അതിൻ്റെ സംവിധായകനായി വന്ന് ആദ്യമായിട്ട് എന്നെ ഡയറക്റ്റ് ചെയ്ത ആളാണ്. അതിലെനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി. അതിൽ 27 രൂപയും കിട്ടി. അതറിയില്ല, ആണോ? പക്ഷെ ഞാൻ അത് ഞാൻ ഓർക്കുന്നില്ല. അത് പക്ഷേ സുധീർ കുമാർ മറക്കില്ല ആയിരിക്കാം. അത് പക്ഷേ എന്നാൽ എനിക്ക് കിട്ടിയിട്ടില്ല, അയാൾ എടുത്തിട്ടുണ്ടോ? സത്യമാണ്. കാര്യം അന്ന് 27 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ സമയത്ത് അവിടെ ഇല്ല. കാര്യം ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോഹൻലാലിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള ആൾക്കാർ സുധീറിനാണ് അന്വേഷിച്ച് അടി കൊടുക്കാൻ. കാര്യം ഇത് 10ാം ക്ലാസ്സുകാരുടെ കുത്തകയായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ കഥ സത്യമാണ്. അത് പറഞ്ഞ രീതിയിലുള്ള കാര്യമല്ല, ഞാനത് മറക്കാറുണ്ട്. ഞാനത് ഇനി ഒരിക്കലും മറക്കില്ല എന്ന്. ഒരു പക്ഷേ നമ്മളെ ജീവിതത്തെ അത്ര ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഇതെല്ലാം ഓർത്ത് വെച്ച് അവരെ പ്ലീസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രമിക്കാറില്ല. ഇപ്പം April 28 എന്ന് പറയുന്നതാണ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ആ ദിവസം ഞാൻ മറന്നുപോയി. ഇത് രാജു പറഞ്ഞതിൽ കുറച്ചുകൂടെ ശരിക്കും നടന്നത്, ഞാനന്ന് ദുബായിക്ക് പോവാണ്. അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ കാറിൽ എന്നെ എയർപോർട്ടിൽ വിടാനായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് കാറിൽ കയറി ഞാൻ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ഞാൻ എൻ്റെ ലോഞ്ചിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ വന്നു. ഫോൺ വന്നിട്ട് പറഞ്ഞു, ആ ബാഗിൻ്റെ ഉള്ളിൽ ഞാനൊരു കാര്യം വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്കണം. ഞാൻ ചോദിച്ചു എന്താണ്? അല്ല അത് നോക്കൂന്ന് പറഞ്ഞു. ഞാൻ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാഗിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ അതൊരു പ്രസൻ്റാണ്, അതൊരു മോതിരമാണ്. ഞാൻ ഈ മോതിരം എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറിപ്പ് ഉണ്ടായിരുന്നു, ഈ ദിവസമെങ്കിലും മറക്കാതിരിക്കുക, ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നി. ഭാര്യ സ്കോർ ചെയ്തു. അവരെപ്പോഴും അങ്ങനെ വേണ്ട, അങ്ങനെ ചെയ്യട്ടെ, അതുകൊണ്ടൊന്നും നമുക്ക് സങ്കടം. പക്ഷേ അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അങ്ങനെ ഒരു വളരെ ഇത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാത്ത ആളാണെന്ന് എനിക്ക് അന്ന് തോന്നി. എനിക്ക് വളരെയധികം സങ്കടം തോന്നി. കാര്യം ഈ ദിവസമെങ്കിലും മറക്കാതിരിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ വലിയ വലിയ കാര്യങ്ങൾ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ആ ദിവസം പിന്നെ മറന്നിട്ടില്ല. പക്ഷേ ഇത് വലിയ ഒരു തിരിച്ചറിവായിട്ട് എനിക്ക് മാറിയല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് അവർക്ക് സങ്കടം. ഞാൻ പറഞ്ഞ വലിയ പ്രസക്തമായൊരു കാര്യം എന്താ കാരണം വെച്ചാൽ വലിയ കാര്യങ്ങളെക്കാൾ പലപ്പോഴും പ്രസക്തമാകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെറിയ കാര്യങ്ങൾ കറക്റ്റ് ചെയ്താൽ വലിയ കാര്യങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ ഇനി ഏതൊക്കെയാലും വിവാഹ ആനിവേഴ്സറി ലാലും മറക്കില്ല. ഇല്ല. അന്ന് അത് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ വേറെ കാര്യമുണ്ട്, ഈ സുധീർ കുമാർ തന്നു എന്ന് പറയുന്ന 27 രൂപ കിട്ടാതെ പോയതുകൊണ്ട് ആ 27 രൂപ വാങ്ങണം. തീർച്ചയായിട്ടും ഞാനത് എന്താണെന്ന് പറഞ്ഞത്. തീർച്ചയായും അദ്ദേഹം അത് കഴിഞ്ഞ് ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ടലും നേരത്തെ കണ്ടതൊക്കെ മണിയൻ പിള്ള പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണ്. ഈ TP വെള്ളാനകളുടെ നാട്. അദ്ദേഹം ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇപ്പോഴും അദ്ദേഹം സിനിമയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. സുധീർ അദ്ദേഹം
അതായത് ഇത്രയും ഹ്യൂമർ സെൻസുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു സിറ്റുവേഷനെ ഇത്രയും ലൈവ്ലി ആക്കി മാറ്റാൻ പറ്റുന്ന വേറെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല.